എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ മാർക്കറ്റ് വോളറ്റിലിറ്റി നിറഞ്ഞ കൺസോൾട്ടേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം അല്ലേ? എന്താണ് കാര്യമെന്ന് വെച്ചാൽ നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ നിലനിൽക്കുന്ന ആ ഒരു അൺസർട്ടനിറ്റി തന്നെയാണ് അതിന് കാരണം നമുക്കറിയാം അല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അടുത്ത സമയത്തുണ്ടായത് എന്തായിരുന്നു? ഇന്ത്യയുടെ പലിശ നിരക്കായിരുന്നു. അപ്പോൾ അത് കുറച്ചു എന്നതൊരു പോസിറ്റീവ് രീതിയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും പോസിറ്റീവ് രീതിയായിരുന്നു. അത് നമ്മുടെ മാർക്കറ്റ് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? മാർക്കറ്റിനെ സംബന്ധിച്ച് അവരുടെ പലിശ നിരക്കും വരികയുണ്ടായി അല്ലേ? അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ജെറോം പവൽ അവിടെ നിലവിലുള്ള അവസ്ഥയിലുള്ള ആ ഒരു പലിശയെ നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല, നിലനിർത്തുകയാണ് ചെയ്തത്. ജെറോം പവലിനോട് ട്രംപ് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് കുറയ്ക്കൂ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് അറിയാം അത് കുറച്ചു കഴിഞ്ഞാൽ വിഷയങ്ങളാണെന്നറിയാം. കാരണം അദ്ദേഹം തന്നെ ഈ ഫെഡിന്റെ മീറ്റിംഗിന് ശേഷം സംസാരിക്കുകയുണ്ടായി. ട്രംപിന്റെ ഈ ഒരു ടാക്സ് നയം അമേരിക്കയെ തീർച്ചയായിട്ടും ഒരു ഇൻഫ്ലേഷനിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയുന്നതാണ് പിന്നെ കാണുവാൻ സാധിച്ചത്. അപ്പോൾ ഇതൊക്കെ അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചായാലും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചായാലും പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. ഇത് മാത്രമല്ല, മറ്റൊരു വിഷയം ഇവിടെ നിലനിൽക്കുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഇഷ്യൂ ആണ്. തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ആ ഒരു വാറ് കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിനിടയിൽ പ്രസിഡന്റ് ട്രംപിന്റെ പല അഭിപ്രായങ്ങളും മാർക്കറ്റിൽ കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക കൂടി വരുന്നു എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും കൂടുതൽ കുഴപ്പത്തിലേക്ക് നമ്മുടെ മാർക്കറ്റിനെ കൊണ്ട് എത്തിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം 2 ആഴ്ച സമയമാണ് ഇറാന് കൊടുത്തിരിക്കുന്നത്. അതായത് ആണവായുധ കരാറിൽ ഏർപ്പെടാൻ 2 ആഴ്ചയാണ് അദ്ദേഹം സമയം കൊടുത്തിരിക്കുന്നത്. ഈ 2 ആഴ്ച വളരെ പ്രധാനപ്പെട്ട സമയമായിട്ടാണ് മാറുന്നത്. കാരണം ഇതിന് ശേഷം ഒരു പക്ഷേ അമേരിക്ക ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ലെവലുകൾ രീതികൾ മാറുന്നെന്ന് കാണാൻ സാധിക്കും. ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ നല്ല രീതിയിൽ സ്വാധീനിക്കാനുള്ള കാരണമായിട്ട് ഇത് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് നമ്മൾ ട്രേഡിൽ നിന്ന് ഈ ഒരു സമയം മാറി നിൽക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിയ പൈസയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുന്ന ഒരു രീതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ പരമാവധി ട്രേഡിൽ നിന്ന് മാറി നിൽക്കുവാനാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ NSE സംബന്ധിച്ചും BSE സംബന്ധിച്ചും അവരുടെ എക്സ്പയറി ഡേറ്റിൽ ഒരു മാറ്റം വരുത്തി അല്ലേ? നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പയറി എങ്ങനെയായിരുന്നു? നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി എന്നായിരുന്നു? നമുക്ക് വ്യാഴാഴ്ചയായിരുന്നു. സെൻസെക്സിന്റെ എക്സ്പയറി എന്നായിരുന്നു? ചൊവ്വാഴ്ചയായിരുന്നു അല്ലേ? ഇപ്പോൾ അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു നല്ല രീതി തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ടൈം ഡിക്കേയുടെ ഒരു ഗുണം നിങ്ങൾക്ക് ഇപ്പോഴത്തെ എക്സ്പയറിക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ എങ്ങനെയായിരുന്നു? നമുക്ക് വെള്ളിയാഴ്ച ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ശനിയും ഞായറും ദിവസം കഴിഞ്ഞാൽ തിങ്കളാഴ്ചയാണ് പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വെള്ളിയാഴ്ച എടുത്ത പൊസിഷന് ശനിയും ഞായറും നമുക്ക് വലുതായിട്ടൊരു ടൈം ഡീക്ക് ലഭിക്കുന്നില്ലായിരുന്നു. അവിടെ ഗാമ എഫക്റ്റ് കൂടുതലായിരുന്നു. ഞാൻ പറയുന്നത് ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. നമ്മൾ ചൊവ്വാഴ്ച ഒരു പൊസിഷൻ എടുത്താൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി അല്ലേ? അത് കഴിഞ്ഞ് ശനിയും ഞായറും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിലുള്ള ഒരു ടൈം ഡീക്ക് അവിടെ വരുന്നു. ഒരു വിഷയം വന്നാലും നമുക്ക് ഒരു വലിയ ഗാമ എഫക്റ്റിന്റെ ഫലമായിട്ടുള്ള ഒരു ലോസിലേക്ക് അവിടെ പോകാനുള്ള സാധ്യത കുറവാണ്. ഇത് തീർച്ചയായിട്ടും പൊസിഷണൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഒരു ഗുണകരമായിട്ടുള്ള ഒരു രീതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓവർനൈറ്റ് പൊസിഷനുകൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. കാരണം യുദ്ധസമാനമായ ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ആഴ്ച ഞാൻ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ സംസാരിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ അങ്ങേ ആഴ്ച നമ്മുടെ വ്യൂ എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം, വീഡിയോ കണ്ടവർക്കറിയാം അല്ലേ? എന്തായിരുന്നു കഴിഞ്ഞ അങ്ങേ ആഴ്ചത്തെ വ്യൂ? നമ്മൾ ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ ആയിരുന്നു. അതായത് മാർക്കറ്റ് ഈ ഒരു വെള്ളിയാഴ്ച നല്ല ബുള്ളിഷിൽ ക്ലോസ് ചെയ്യുന്നു. അന്ന് നമ്മൾ വീഡിയോ ചെയ്ത് എന്തായിരുന്നു? ഒരു ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നു. ചൊവ്വാഴ്ച അവിടെ തന്നെ നിൽക്കുന്നു. ബുധനാഴ്ച അവിടെ നിൽക്കുന്നു. പിന്നെയോ അവിടെ തന്നെയാണ് ഇന്ന് നമ്മുടെ എക്സ്പയറി ഡേറ്റിൽ ഓപ്പൺ ചെയ്ത് അതിനുശേഷം ഉച്ചയോടെ മാത്രം ഒരു ക്രാഷ് വരുന്നു. ഓൾറെഡി ഒരു ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷനിൽ ആ ഒരു ആഴ്ച കടന്നു പോയത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു നമ്മുടെ വ്യൂ? ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ ആയിരുന്നു അല്ലേ? ശരിയാണ്. ഈ ഒരു ക്യാൻഡലിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു റാലി മുകളിലോട്ട് നടത്തി. പക്ഷെ നടത്തിയെങ്കിലും അടുത്ത ദിവസം മാർക്കറ്റ് താഴേക്ക് വന്ന് നേരത്തെ ഉണ്ടായിരുന്ന അതേ പൊസിഷനിലേക്ക് തന്നെ വന്ന് ഒരു ബെയറിഷ് രീതിയിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു വ്യാഴാഴ്ച ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിൽ തന്നെയാണ് മാർക്കറ്റ് നിന്നത്. പക്ഷെ നമുക്കിനി വരാൻ പോകുന്ന ആഴ്ചയുടെ ഈ ഒരു ക്യാൻഡിലാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം, ഇന്നലത്തെ ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത് മാർക്കറ്റിന്റെ ഒരു സ്വഭാവത്തിൽ ഒരു ചേഞ്ചസ് വരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. എങ്കിൽ തന്നെ നമുക്ക് ഓവറോൾ പറയാനുള്ള എന്താണ്? ഈ ഒരു റേഞ്ചിനകത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് കുറച്ച് നാളുകളായിട്ട് നിഫ്റ്റി. അതായത് നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചാർട്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു റേഞ്ചിനകത്ത് കുറച്ച് നാളുകളായിട്ട് നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റി ഇപ്പോൾ നിലവിൽ ഒരു വലിയ റേഞ്ചിനകത്താണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മുടെ മാർക്കറ്റൊക്കെ 100-120 പോയിന്റും ഒക്കെ മൂവ് ചെയ്യുന്ന ഒരു വലിയ മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? അല്ല.
ഒരു ദിവസം 300-350 പോയിന്റ് മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റായിട്ട് മാറി. അപ്പോൾ റേഞ്ചുകൾ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നിലവിൽ നമ്മളുടെ റേഞ്ചുകൾ എടുക്കുകയാണെങ്കിൽ 25-250 എന്ന മുകളിലേക്കും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 24-450 എന്ന താഴേക്കുള്ള റേഞ്ച് നോക്കാം. ഈ റേഞ്ചുകൾ ശക്തമായി മൊമെന്റത്തിൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ എങ്ങനെ നീങ്ങിയാലും മാർക്കറ്റ് ഒരു പക്ഷേ നല്ലൊരു ബുൾ മൊമെന്റത്തിലായിരിക്കാം നീങ്ങുന്നത്. പക്ഷേ പെട്ടെന്നായിരിക്കും ഒരു കുഴപ്പകരമായിട്ടുള്ള ന്യൂസ്, യുദ്ധസമാനമായ ഈ ന്യൂസ് വരുമ്പോൾ അത് മാർക്കറ്റ് തീർച്ചയായിട്ടും താഴേക്ക് ക്രാഷായി വീഴുന്ന രീതിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ പ്രൈസ് ആക്ഷനോ ടെക്നിക്കലോ ഉള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ന്യൂസ് സംബന്ധമായ കാര്യത്തിൽ അല്പശ്രദ്ധ നിങ്ങൾക്ക് ഈ 2 ആഴ്ച കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് തീർച്ചയായും ഫുൾ മൊമെന്റത്തിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട റേഞ്ച് ആയിട്ടുള്ള 25-250 ബ്രേക്ക് ചെയ്യുന്നു എന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം. താഴേക്ക് വന്നാൽ 24-472 എന്ന റേഞ്ച് നോക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് നല്ല രീതിയിൽ മൊമെന്റത്തിൽ മുകളിലേക്ക് നീങ്ങുന്നുണ്ട് അല്ലേ. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ് എടുത്താൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് നിലനിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഏത് പൊസിഷനാണ് എടുക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ട്രേഡിൽ നിന്ന് മാറി നിൽക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം എന്താണ്? മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഉള്ള കാരണം എന്നാൽ ശരിയാണ്, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അല്പം താഴ്ന്നു, അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് താഴുന്നുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് അവിടെ കാണുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഗ്ലോബൽ മാർക്കറ്റിൽ വളരെ കുഴപ്പകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ മാർക്കറ്റ് ഈ ഒരു ബുൾ മൊമെന്റത്തിലേക്ക് നീങ്ങുന്നത് അത് ശരിയായ ഒരു മൊമെന്റമാണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വെള്ളിയാഴ്ച ട്രേഡിൻ്റെ കാര്യത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ മാറി നിൽക്കുന്നതും ഒരു സ്ട്രാറ്റജി തന്നെയാണ്. ടെക്നിക്കലി നിഫ്റ്റിയെ നോക്കുമ്പോൾ ആ ഒരു ബുൾ മൊമെന്റം നിലനിൽക്കുന്നു അല്ലെങ്കിൽ തിരിച്ചു വരാൻ ശ്രമിക്കുന്നു എന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നേരെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരുമ്പോൾ നോക്കൂ, ബാങ്ക് നിഫ്റ്റി നേരത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ആ ഒരു പ്രൈസ് സോണിനെ ബ്രേക്ക് ചെയ്തു. ആ പ്രൈസ് സോണിനെ ബ്രേക്ക് ചെയ്ത ശേഷം അതിശക്തമായിട്ട് മുകളിലോട്ട് പോയി. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? അതിനുശേഷം ന്യൂസ് സംബന്ധമായ ചില വിഷയങ്ങൾ വന്നപ്പോൾ അതേ രീതി കറക്റ്റ് ചെയ്ത് താഴേക്ക് വീണ് അതേ പ്രൈസ് റേഞ്ചിനകത്തേക്ക് വന്നു. വീണ്ടും ബാങ്ക് നിഫ്റ്റി എന്താണ്? വീണ്ടും തിരിച്ചു കയറാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വാച്ച് ചെയ്ത് മാത്രം ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കും ഇവിടെയും നല്ലത്. കാരണം ഈ ആഴ്ച എങ്ങനെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം മാത്രം ഈ ഒരു ബുൾ മൊമെന്റം ശരിയായിട്ടുള്ളതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു ബുൾ മൊമെന്റം തിരികെ വരാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ട്രേഡുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗ്ലോബലിൽ നിൽക്കുന്ന അനിശ്ചിതത്വം തീരാതെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കത്തില്ല. നിലവിൽ ഇവിടെ ആ ഒരു ബുൾ മൊമെന്റം ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. അത് നിങ്ങൾ വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാലും ആ ഒരു ബുൾ മൊമെന്റത്തിലേക്ക് മാർക്കറ്റ് പെട്ടെന്ന് തിരിച്ചു വരുന്നു. ആ ശക്തമായ ബെയറിഷ് രീതിയിലേക്ക് പോയ മാർക്കറ്റ് തിരിച്ച് ശക്തമായി കയറുവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ടെക്നിക്കലുള്ള കാര്യം മാത്രമല്ല, നമ്മൾ ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ പോസിറ്റീവിലേക്ക് വരുന്നു എന്ന് കണ്ടാൽ മാത്രമേ ട്രേഡുകളിലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിക്കാവൂ. നമ്മുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയാലും സപ്പോർട്ട് ആയാലും നേരത്തെ പറഞ്ഞ അതേ റേഞ്ചുകൾ തന്നെയാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ത്യ വിക്സിന്റെ ക്രാഷ് എന്നതും ഒരു പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ആ ഒരു ബുൾ മൊമെന്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യ വിക്സ് ഇവിടെ ക്രാഷും ആയിട്ടുള്ളത്. ഇന്ത്യ വിക്സ് ക്രാഷ് ആവുകയും ഗ്ലോബൽ മാർക്കറ്റ് വിഷയത്തിൽ നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 14 താഴേക്ക് വന്നു. നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ട് എന്നല്ലേ. അപ്പോൾ ആ പ്രശ്നം കുറച്ച് ആളി കത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വിക്സ് ഒക്കെ പെട്ടെന്ന് കയറി സ്പൈക്ക് ചെയ്യും. എത്രയിലേക്ക്? 22ലേക്ക് 25ലേക്കൊക്കെ പോയുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ച് ഒട്ടും സുഖകരമായിട്ടുള്ള അവസ്ഥയായിരിക്കില്ല. നേരത്തെ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ താരിഫായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ എന്താണ് 13.74 നിന്നത് ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എവിടേക്ക് എത്തി? 23ലേക്ക് കുതിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഒരുപാട് ആളുകളുടെ ഓപ്ഷൻ സെല്ലേഴ്സിന്റെ പൈസ നഷ്ടപ്പെടുത്തിയ ഒരു ദിവസമാണിത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള അവസരത്തിൽ ട്രേഡുകളിൽ നിന്ന് മാറി നിൽക്കുക. എങ്ങനെയുള്ള അവസരത്തിൽ? വിക്സ് വളരെ താഴെ വരികയും എന്നാൽ ഗ്ലോബലി വളരെ വലിയ കുഴപ്പങ്ങളിലൂടെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ നിങ്ങൾ ഓപ്ഷൻ സെല്ലേഴ്സ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. USD INRലേക്ക് വന്നു കഴിഞ്ഞാൽ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നതാണിത് അല്ലേ. പക്ഷേ അവസാന സമയത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് സ്ട്രെങ്ത് പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് തന്നെയാണ് വെള്ളിയാഴ്ചയും നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു റാലിക്ക് കാരണമായിട്ടുള്ളത്. ഇത് മാത്രമല്ല, ക്രൂഡ് ഓയിലിന്റെ ഒരു താഴ്ചയും തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു റാലിക്ക് ഒരു കാരണമായി. ഗോൾഡിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുകളിലേക്ക് വന്ന് അതിന്റെ എവർടൈം ഹൈയും ടച്ച് ചെയ്യുന്ന ഏറെക്കുറെ ഒരു റേഞ്ചിലേക്ക് വന്ന ഗോൾഡ് അവിടെ നിന്ന് അല്പം താഴേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും മാർക്കറ്റിൽ ആ ഒരു ബുൾ മൊമെന്റം നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരാം. ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കൂ, ഓവറോൾ ഉള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് എടുത്ത ശേഷം നമുക്ക് അതിലുള്ള ആ ഒരു ചേഞ്ചസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അവസാന 15 മിനിറ്റ് എടുത്താൽ തന്നെ നല്ല രീതിയിൽ ഉള്ള ഒരു അൺവൈൻഡിങ് ഇവിടെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് പല ആളുകളും ഓവർനൈറ്റ് പൊസിഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരു ബുള്ളിഷിലേക്ക് മാർക്കറ്റ് വന്നുവെങ്കിലും നോക്കൂ, അറ്റ് ദ മണിയിൽ പോലും കോൾ സെല്ലേഴ്സും പുട്ട് സെല്ലേഴ്സും ഒരുപോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിൽ കാണുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നു എന്നതിനുള്ള ഒരു നല്ല ഉദാഹരണമാണ് ഈ കാണുന്ന ഈ ഒരു അൺവൈൻഡിങ് എന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടുള്ള ദിവസം ശ്രദ്ധിക്കാം.
ശ്രദ്ധിക്കാവുന്നതാണ്. ഞാൻ നേരെ ക്യാഷ് മാർക്കറ്റിലേക്ക് വരാം. ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഒരു ബൈയിങ് ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ച FISന്റെ ഭാഗത്ത് നിന്ന് കാണുവാൻ സാധിച്ചത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി അവരിവിടെ ബൈ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഒരു 8,000-നടുത്ത് 8,000 കോടിക്ക് അടുത്തുള്ള ഒരു ബൈയിങ് ആണ് ഇവിടെ കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും 3,000 കോടിക്ക് അടുത്തുള്ള ഒരു സെല്ലിംഗ് DIs നടത്തിയിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് നാളുകളായിട്ട് നോക്കൂ ഇവിടെ സഹായിച്ചുകൊണ്ടിരുന്ന ആരാണ്? DIs തന്നെയാണെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ DIs ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗിലേക്കും FIS നല്ലൊരു ബൈയിങ്ങിലേക്കും വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചത് നല്ലൊരു സൂചനയാണ് എന്നതാണ് സത്യം. കാരണം FIS ബൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ആ ഒരു മൊമെന്റം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതാണ് സത്യം. നമ്മളിപ്പോൾ ഫ്യൂച്ചറിന്റെ ഡേറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ FIS ഫ്യൂച്ചർ ഡേറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ആ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുവരെ സെല്ലിംഗ് രീതിയിൽ നിന്നിരുന്ന പ്രോസ് അല്പം ബൈയിങ്ങിലേക്ക് തിരിച്ചു വരുന്നതും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നേരെ നമുക്ക് ഓപ്ഷനിൽ എങ്ങനെയാണ് FISും പ്രോസും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവച്ചതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ FISന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, കോൾ ഇവിടെ ബൈ ചെയ്തിരിക്കുന്നത് 1.55 ലാഖിനാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച 47,000 സംതിങ്ങിന്റെ ഒരു സെല്ലിംഗ് ആണ് കോൾ സെല്ലിംഗ്. ഇനി നേരെ ഇവിടെ പുട്ട് ഓപ്ഷനിലേക്ക് വന്നാലോ, പുട്ട് അവരിവിടെ ബൈ ചെയ്തേക്കുവാണ്. എന്താണ് പുട്ട് ബൈ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ബെയറിഷാണ്. 1.68 ലാഖിന് പുട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അവർ ബൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നോക്കുവാണെങ്കിൽ 60,000 ഒരു സെല്ലിങ്ങുമാണ്. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ടൈറ്റ് റേഞ്ച് വെച്ചുകൊണ്ടാണ് ആര് നിൽക്കുന്നത്, FIS ഇവിടെ ഓപ്ഷൻ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ പ്രത്യേകിച്ച് ഒരു വ്യൂ ഇല്ലാത്ത രീതിയിൽ ഒരു ടൈറ്റ് റേഞ്ചിലാണ് അവർ ഓപ്ഷൻ നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ നേരെ മറിച്ച് പ്രോസോ അവർ ഓവറോൾ നോക്കിയാൽ നല്ലൊരു ബുള്ളിഷിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. കോൾ ഓപ്ഷൻ അവർ വളരെ വലിയ ക്വാണ്ടിറ്റിയാണ് ഇവിടെ ബൈ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നു. പുട്ട് ഓപ്ഷൻ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നല്ലൊരു ബുള്ളിഷിലേക്ക് അവർ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊപ്പം ഈ ഒരു FISന്റെ ഒരു ചിന്താഗതി കൂടി ഓപ്ഷനിൽ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ടുള്ള ഒരു നല്ല മൂവ്മെൻറ്റിനുള്ള സാധ്യത ഓപ്ഷനിൽ കാണുവാൻ സാധിക്കും. പക്ഷേ നിലവിൽ FIS അങ്ങനെ വന്നിട്ടില്ല എന്ന്. എന്നാൽ പ്രോസ് മാത്രമാണ് ഇവിടെ നല്ലൊരു ബുള്ളിഷിലേക്ക് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ന്യൂസൊക്കെ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ മുകളിലേക്ക് എവർട്ടൈ ഹൈയെ ലക്ഷ്യമാക്കി പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇവിടെ ന്യൂസ് ഒരു ഘടകമായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് FIS ഇവിടെ പൂർണ്ണമായിട്ടും ബൈയിങ്ങിലേക്ക് ഇവിടെ കിടക്കാതെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇവന്റുകളിലേക്ക് വരുവാണെങ്കിൽ ഈ ആഴ്ച നമുക്ക് പ്രധാനപ്പെട്ട ഇവന്റ് എന്നത് ശരിക്കും 2 ഇവന്റുകൾ ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26-ാം തീയതി അതായത് വ്യാഴാഴ്ചയുള്ള GDP ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അന്ന് തന്നെയുള്ള ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. ഇത് 2 US-ന്റെ ആണെന്ന് ഓർക്കുക. പക്ഷേ ഇതിലൊരു പോസിറ്റീവ് കാര്യം എന്നത് നമ്മളുടെ വ്യാഴാഴ്ച എക്സ്പയറി കഴിഞ്ഞാണ് ഈ 2 റിസൾട്ട് വരുന്നതെന്നാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഈ ആഴ്ച നമ്മളെ ബാധിക്കുന്നില്ല. കാരണം നമ്മുടെ എക്സ്പയറി കഴിഞ്ഞ് 6 മണിക്ക് മാത്രമാണ് ഈ റിസൾട്ടുകൾ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് മലയാളത്തിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരുപാട് ആളുകൾ കോഴ്സിലേക്ക് വരുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വരുന്ന ആഴ്ച എല്ലാവരും സൂക്ഷിച്ച് തന്നെ ട്രേഡിൽ എൻ്റർ ചെയ്യുക. വെറുതെ ബ്ലൈൻഡായിട്ട് പോയി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ ഡേറ്റകളും കാര്യങ്ങളും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ന്യൂസ് സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും വരുന്നത് നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.